ഒരു ദിവസം ഞാനിങ്ങനെ പോകുന്ന നേരം പോലീസ് പെട്ടെന്ന് വന്ന് ഞാൻ വലത്ത് സൈഡും പോലീസ് അടുത്ത സൈഡും വേറെ ചവിട്ടി നിർത്തിയവര് ഇങ്ങോട്ടോടെ വണ്ടി ഓടിക്കുന്നു. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാ ഓടുന്ന ഇവിടെ ചോദിച്ചില്ല. മറ്റു പെട്ടെന്ന് കടലാസാണോ ചോദിക്കുക. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇന്നിപ്പോ വണ്ടി ഓടിക്കുന്നൊന്നുമില്ല. ഇന്ന് വണ്ടി ഓടിക്കുന്നില്ല. നമ്മള് വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഇന്നിപ്പോ വണ്ടിയോ സ്കൂട്ടറോ ഒന്നും നമ്മൾ ഒന്നും ഓടിക്കുന്നില്ല. അതൊക്കെ എടുത്ത് പറയണം അല്ലേ? ഓ, നമ്മളിപ്പോ എടുത്ത് പറയാണ്. ഷെയ്ഖുനാടെ കറാമത്ത് കൊണ്ട് അൽഹംദുലില്ലാഹ് അവര് തന്ന ലൈസൻസ് മതിയല്ലോ. എത്രയും കാലം ഞാൻ 15 കൊല്ലം 20 കൊല്ലം പോലെ ഞാൻ വണ്ടി ഓട്ടി. പിന്നെ വീട്ടുകാരുടെ സമ്മതപ്രകാരം നമ്മൾ ലൈസൻസ് ബർക്കത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. വീട്ടുകാരാണ് നാട്ടുകാരെ ഒന്നായിട്ട് പറഞ്ഞിട്ടാ എടുത്തിച്ച് എടുക്കൂല. അത് നമ്മൾ ബർക്കത്തിന് എടുത്തതാ. നമ്മുടെ ഇവിടുത്തെ നിയമത്തെ നമ്മൾ അനുസരിക്കണമല്ലോ. ആ നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ബർക്കത്തിന് ലൈസൻസ് എടുത്തു. പക്ഷെ യഥാർത്ഥ ലൈസൻസ് നമുക്ക് തന്നതാരാണ്? CM വലിയുള്ളാഹി. അടുത്തത് രണ്ടാമത് പോയപ്പം ഞാൻ ഇവിടെ വീടുണ്ടായിരുന്നു. വീട് എന്ന് പറഞ്ഞാൽ അന്ന് വലിയൊരു വീടാണെങ്കിലും ഓലപ്പുര. ഈ തണാന്ന് പറഞ്ഞ സാധനം കിടക്കുന്നത് 4 തണുള്ള വീട്. തണാന്ന് പറഞ്ഞാ അത് ഇങ്ങനെ കെട്ടിയിട്ട് സിമെന്റ് ഇട്ട് കിടക്കാൻ പായൊക്കെ പിരിച്ചിട്ട് കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യാം. അങ്ങനത്തെ നമ്മളെ ആലപ്പുഴക്കാരായിട്ട് ചില ഭാഷ കൊണ്ട് കിട്ടുന്നില്ല. അങ്ങനെ ഈ വീട് ഇങ്ങോട്ട് പൊളിച്ചു. പൊളിച്ച് എല്ലാം റെഡിയാക്കി. അങ്ങനെ ഈ ഒരു ഉണ്ട് പുറത്ത്. ബാക്കി ഞാൻ അതിൻ്റെ മുകളിൽ കിടന്ന് എൻ്റെ കീശയിൽ നോക്കുമ്പോൾ 5 രൂപ ഉണ്ട്. വെറും 5 രൂപ. വേറെ പൈസ ഞാനിങ്ങനെ ആലോചിച്ച് എങ്ങനെയാടാ വരാനുള്ളത്. ഞാനതും കാണുന്നില്ല. വരാൻ വഴി കാണുന്നില്ല. വീടുണ്ടാക്കണമല്ലോ. അങ്ങനെ ആണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് CMൻ്റെ അടുത്ത് നിന്ന് പോയി കൊടിയതാണ്. ആര് പറഞ്ഞു? ഭാര്യ CM തന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല, കണ്ടില്ല. അങ്ങനെ ഞാൻ പിറ്റേന്ന് രാവിലെ കുളിച്ച് മണി കുപ്പാക്കിട്ട് CMൻ്റെ വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ പെട്ടെന്ന് കാണാൻ കഴിഞ്ഞു. അന്ന് രാവിലെ ആയതുകൊണ്ട് ഞാൻ ആ കയറി ചെന്ന് വേഗം കൈ പിടിച്ച് എവിടെ നിന്നാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കാന്തപുരത്ത് നിന്നാണ്. ഉസ്താദിൻ്റെ അയൽവക്കത്താന്ന് പറഞ്ഞു. ഏത് ഉസ്താദിൻ്റെ? AP ഉസ്താദിൻ്റെ അയൽവക്കത്താന്ന് പറഞ്ഞു. വേഗം ആ കണ്ണെല്ലാം ഇങ്ങോട്ട് തെളിഞ്ഞ് മുഖം ഇങ്ങോട്ട് ചുവന്ന് സാറിങ്ങോട്ട് വന്ന് എന്നോട് ചോദിച്ചു AP വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചു. വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം വീട്ടിലില്ല, എപ്പോഴെങ്കിലുമൊക്കെ കാണും. കോനിയും ടൂറാന്ന് പറഞ്ഞു. ഞാൻ പുറത്തായിരിക്കുന്നേ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് ചോദിച്ചു എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു. ആർക്ക്? APക്ക്. ഞാൻ പറഞ്ഞു ഒരാണും 5 പെണ്ണും ഉണ്ട് ഒക്കെ പറഞ്ഞു. പിള്ളേരെ കണക്കൊക്കെ പറഞ്ഞു കൊടുത്തു. വലിയ വീടാണോന്ന് ചോദിച്ചു. വലിയ വീടാണോ? അല്ലല്ല, ചെറിയ സാമാന്യം നല്ലൊരു വീടാന്നേ ഉള്ളൂ. കോൺക്രീറ്റ് ആണ്. പെരുത്ത ആഡംബരമുള്ള വീടൊന്നുമല്ല എന്ന് പറഞ്ഞു. എന്നപ്പം അഞ്ഞൂറ് വെച്ച് സദക്ക കൊടുക്കുമെന്ന് ചോദിച്ചു. സദക്ക കൊടുക്കുമെന്ന് കയ്യിൽ നിന്ന് അത്ര കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാലും എന്നോട് ചോദിക്കുക ഒരു മയക്കം പോലെ വന്ന് എന്താ നീ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പുരണ്ടായിന് അത് പിടിച്ചു ഒഴിച്ചാൽ 5 റുപ്യ എൻ്റെ ഈസയിലുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പുരണ്ടായാൽ പോരാ എനിക്ക് എന്ന് ചോദിച്ചു. മതിയെന്ന് പറഞ്ഞു. അന്നേരം മാളിൽ തുടങ്ങിക്കേ കണ്ണ്. അതൊക്കെ കണ്ണ് മുള്ളി പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കണ്ണ് ചുമ്മിക്കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല, കേൾക്കൂല. അന്ന് നമ്മളിങ്ങ് പോന്നോളണം. എൻ്റെ കൈ ഇങ്ങനെ പിടുത്തം ഇങ്ങനെ കുറേച്ചങ്ങനെ അയഞ്ഞ് വരുന്നേരം ഞാൻ പറഞ്ഞ് എൻ്റെ വീടുണ്ടാക്കാൻ ഞാൻ അവിടെ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അയിമ തന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഒരു പ്രശ്നമില്ല, നീക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി വിചാരിച്ചാനേക്കാണ് നന്നാവും എന്ന് പറഞ്ഞോട്. പൈസ ഞാൻ കിട്ടും. അന്ന് കിട്ടുത്തം വിട്ടിട്ട് പിന്നെ ആട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ സലാം പറഞ്ഞു. AP ഉസ്താദിന്റെ നേരത്തെ നമ്മളിവിടെ വന്നിരുന്ന് സംസാരിച്ചപ്പം എൻ്റെ കൂട്ടത്തിൽ AP ഉസ്താദിന്റെ വേറെ കാര്യം പറഞ്ഞല്ലോ, വെടിവെച്ചാലേക്കൂല. അതെ, അത് ഈ കലാപണ്ടായിരുന്നല്ലോ ഇവിടെ സൗദിയിൽ. അതിന് രക്ഷപ്പെട്ടു പോന്നപ്പോൾ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് വെടിവെച്ചാൽ പറ്റാത്തൊരു കാലഘട്ടമാണ്. വെടിവെച്ചാൽ പറ്റൂല APക്ക് എന്നോട് പറഞ്ഞ.
നിങ്ങൾ ഡയറക്റ്റ് പറഞ്ഞതാ? നേരിട്ട് പറഞ്ഞ. അതെ, പറയാനുള്ള സാഹചര്യം ഇത് ഇങ്ങനെ എപ്പിസ്ഥാൻ്റെ വീടിനെ കുറിച്ചൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പം AP അങ്ങോട്ട് വെടിവെക്കുക, ഇങ്ങോട്ടല്ല വെടികൊള്ളുന്നത്. അതാണല്ലോ വഞ്ഞാത്ത സമരം. സമരം മനസ്സിലായോ? മനസ്സിലായി. 14 സ്റ്റേറ്റിൽ ആലപ്പുഴയിലാണല്ലോ അദ്ദേഹത്തിനെ കളക്ടറായിട്ട് ഇരുത്തിയത്. 10,000-ലധികം പേര്. അതപ്പോൾ 1,40,000 ആള്. ഇവിടുത്തെ നാട്ടുകാരും പോയിട്ടില്ല. അദ്ദേഹം പഠിപ്പിച്ചു വിട്ട വിദ്യാർത്ഥികൾ മാത്രം. 24 മണിക്കൂർ നിന്നില്ല സർക്കാർ. അപ്പം വെടി അങ്ങോട്ടാ വെക്കുന്നത്. നാട്ടുകൊള്ളുക. ഈ കാന്തപുരം എന്ന് പറഞ്ഞ സ്ഥലം തന്നെ എല്ലാരും അറിയപ്പെട്ടു പോയത് ഉസ്താദിന്റെ ഒറ്റ പേരിലല്ലേ? പിന്നെ ഞാൻ കാപ്പാട് ബീച്ചിൽ വണ്ടിയായിട്ട് പോണേരോ നിങ്ങൾ എവിടെ വെച്ചാൽ കാന്തപുരം എന്നറിയൂ. നിങ്ങൾ പറയണ്ട എന്ന് പറയൂ. ആൾക്കാർ എല്ലാവരും അറിയൂ, ഹിന്ദുക്കൾ വരെ അറിയൂ, ലോകത്തറിയുമല്ലോ. നമ്മളിപ്പോ സൗദി അറേബ്യ അറിയപ്പെടുന്നു. തങ്ങൾ ചോദിച്ചാൽ ആരും അറിയില്ല, CH മോനെ പറ്റി ചോദിച്ചാൽ ആരും അറിയില്ല. കുറഞ്ഞ ആൾക്കാരല്ലാണ്ട് AP ലോകം അറിയപ്പെടുന്നു. അത് CMന്റെ ഒരു കഴിവാണിത്. കറാമത്ത് വലിയുള്ളതിൻ്റെ കറാമത്ത് തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും. ബുദ്ധിയുള്ളവർക്ക്, ബോധമുള്ളവർക്ക് മനസ്സിലാക്കാമല്ലോ ഉസ്താദിന്റെ ഒരു സാധാരണ ഒരു പണ്ഡിതൻ അല്ലേ? അതെ. ആ ഉസ്താദിന്റെ വളർച്ച ഈ ചെറിയ കാലഘട്ടത്തിൽ, ഉസ്താദിന്റെ ഈ ചെറിയ ഈ സമയത്ത് 2000 കൂടുതൽ, ഇപ്പം ഇത്ര അള്ളാഹ്ക്ക് അറിയാം, 2000 കൂടുതൽ പള്ളികൾ തന്നെ ഉണ്ടാക്കിയില്ലേ അല്ലേ? എത്ര യതീം മക്കള്, എത്ര കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നു ഉസ്താദിന്റെ ഉസ്താദ് ആരും അറിയാണ്ട് തന്നെ എത്രയോ സദക്ക ചെയ്യുന്നു. ആരും അറിയാതെ, അതായത് വന്ന് ചോദിക്കാണ്ട് അറിയാം, ഉസ്താദ് അങ്ങോട്ട് കൊടുത്തു വിടുന്നുണ്ട്. എൻ്റെ ഒരു വിച്ഛാപ്പുണ്ടായിരുന്നു, പാപ്പൻ്റെ അടിയന്. മൂപ്പരെ കണ്ടാ കീസയിലിട്ട് കൊടുക്കുക പൈസ എണ്ണുകല. മൂപ്പര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5-ാം വയസ്സിൽ നിസ്കരിച്ചിട്ട് മരണം വരെ നിസ്കരിച്ചോളാം. എൻ്റെ ഈ വിച്ഛാപ്പെന്ന് പറഞ്ഞ ആള് 5-ാം വയസ്സിൽ തുടങ്ങിക്ക് നിസ്കാരം. ജീവിതത്തിൽ ഇതുവരെ സൈക്കിളുമ്മ കയറിയില്ല, കാലിൻ്റെ എവിടെങ്കിലും കാണുന്നതിന്. അത്രക്കും സൂക്ഷ്മത. മരണപ്പെട്ടു. എത്ര കാലമായി? മരണപ്പെട്ട് 5 കൊല്ലം അവരായി. എന്നാ ഒരു പൈസ എടുത്ത് കീശലാൻ വിട്ടു കൊടുക്കില്ല. നോക്കാം, കാണാൻ പറ്റുമായിരുന്നു. അയാളെയും കണ്ടുമുട്ടുക. അങ്ങനെ പോവില്ല കേട്ടോ, ഒരു വീട്ടിൽക്കും അങ്ങനെ പോവില്ല. ചിലപ്പം എവിടെയെങ്കിലും കണ്ടുമുട്ടുമ്പം വേഗം കൊടുക്കും. അങ്ങനത്തെ ആണ് ഞാൻ 2 തവണ CM വലുതാനെ കാണാൻ പറ്റുള്ളൂ. 2 തവണ കണ്ടത് 10,000 തവണ കണ്ടതിന് തുല്യം. 10,000 എന്നല്ല, ലോക അവസാനം വരെ കണ്ടതിന് തുല്യം. ഇപ്പൊ സ്വപ്നം കാണാറുണ്ടോ? വഫാത്തിന് ശേഷം സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? ഒരു രൂപപ്പൊളിക്ക് ഓർമ്മല്ല. ഞാൻ എത്ര മനസ്സിലാക്കാൻ നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല. ആ വയറിക്ക് അറിയാം. ഇപ്പോഴും അവർക്ക് ഫാത്തിഹ ഓതുമ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ നടക്കലുണ്ടോ? ആരെ വിളിച്ചാൽ കാര്യങ്ങളൊക്കെ നടക്കലുണ്ടോ? നടക്കലൊക്കെ ഉണ്ട്. സോനെ CMനെ വിചാരിച്ചാണ് ഞാൻ പുറത്തിറങ്ങൽ. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഏടിയുണ്ടായിട്ടില്ല. അതെ, ഒരു പൈസ ഇല്ലാത്ത അവസരം ഒക്കെ ഉണ്ടായില്ല. ഇതൊക്കെ വിചാരം കൊണ്ട്. അങ്ങനെയാണ് ഈ പൊരാൻ്റെ അളവ് 12 കോല് ഉണ്ടാക്കി. എൻ്റെ അനിയന് ഒരു തറ കെട്ടിയിരുന്നു. അനിയൻ മരിച്ചുപോയി. അപ്പം പിന്നെ അത് വെച്ച് ഞാനൊരു പുര ഇവിടെ ഉണ്ടാക്കി. തറ കെട്ടി നോക്കുമ്പോൾ 13.5. അന്നപ്പോൾ തറ കെട്ടിയവർ പറയുന്നത് ഞാനിത് വെച്ചാണ് കെട്ടിയത്. അങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു കോല് കൂടുതലുണ്ട്, നിങ്ങൾ മിണ്ടണ്ടാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ചോദിക്കി, നീ വിചാരിച്ചവനെ കാണാന്ന്. നീ വിചാരിച്ചതിനേക്കാണ് കൂടുതൽ നന്നാവും വരാന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, അത് നിങ്ങളിപ്പോൾ ഒന്നും വിചാരിക്കണ്ട, നിങ്ങൾ പ്രശ്നമാക്കണ്ട, അത് വേറെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിട്ടത്. അങ്ങനെയാണ് വീടുണ്ടാക്കിയത്.
ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദ്വാരക്കുക. ദ്വാരക്ക ആക്കിബത്ത് നന്നായി കിട്ടാനൊക്കെ നിങ്ങൾ പ്രത്യേകം ദ്വാരക്കുക. മക്കൾ നന്നായി കിട്ടാൻ, അതുപോലെ തന്നെ മടവൂർ കാഫില കാണുന്ന മുഴുവൻ കുടുംബത്തിനും വേണ്ടിയും നിങ്ങൾ പ്രത്യേകം ദ്വാരക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അവിടുത്തെ മദതും അവിടുത്തെ നോട്ടവും ജീവിതത്തിൽ മുഴുവൻ അള്ളാഹു തരട്ടെ. അൽഹംദുലില്ലാ, വലിയ സന്തോഷമുണ്ട് ഇത്രയും നേരം മടവൂർ കാഫിലയുടെ കുടുംബത്തോടൊപ്പം ചെലവഴിച്ചതിന്. CM വലിയുള്ളാഹിയുമായിട്ട് നേരിട്ട് 2 തവണ കണ്ടിട്ടുള്ളെങ്കിലും 10,000 തവണ കണ്ടതിന് തുല്യമാണ്. ഇപ്പോഴും അവരെ കറാമത്ത് നമ്മൾ അനുഭവിക്കുകയാണ് ജീവിതത്തിൽ, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മദതും നോട്ടവും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകട്ടെ. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ നാട്ടിലും CM വലിയുള്ളാഹിനെ കണ്ട ആളുകളുണ്ടാവും. ഷെയ്ഖുനായിൽ നിന്ന് കറാമത്ത് അനുഭവിച്ച അവരുടെ ജീവിതം കാണാൻ ഭാഗ്യം കിട്ടിയവരുണ്ടാകും. ഞങ്ങളുടെ മടവൂർ കാഫില ശരിക്കും CM വലിയുള്ളാഹിയെ കണ്ട ആളുകളെ മാത്രം തപ്പിപ്പിടിച്ച് അവർ നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നത്. മഹാന്മാരെയും ഔലിയാക്കന്മാരെയും മനസ്സിലാക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു മാർഗമാണ് മടവൂർ കാഫില. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഇതിൻ്റെ പ്രവർത്തകർക്കും എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളൊക്കെ പ്രത്യേകം ദ്വാരക്കുക. ഞങ്ങളെ സഹായിക്കുന്നവർക്കും ഒക്കെ വേണ്ടി നിങ്ങൾ പ്രത്യേകം ദ്വാരക്കുക. കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ്.